ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന പാഠാവലിയുടെ ആനുവൽ എക്സാമിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നൊക്കെ നോക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊരു മോഡലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രവർത്തനം 1 വായിക്കാം എഴുതാം. താഴെ കൊടുത്ത ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. അപ്പൊ ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അതാ ഞാവൽ കൊമ്പിലിരുന്ന് പഴം കൊറിക്കുന്നതിനിടയിൽ നമ്മെ ചെരിഞ്ഞു നോക്കുന്നത് മലന്ത തത്തയാണ്. കുട പോലെ വരിവരിയായി നാലുന്ന വവ്വാലുകളാണ്. ക്രോം ക്രോം എന്ന് കേട്ടത് ചുവന്ന തൊപ്പിക്കാരൻ മരം കൊത്തി പണിയെടുക്കുന്നതാണ്. ചൂളമടിക്കുന്നത് സ്കൂൾ കുട്ടിയല്ല, ചൂളക്കാക്ക എന്ന പാട്ടുകാരനാണ്. ഇലപച്ചിക്കടിയിൽ മീശ പൊന്നൊളി മഞ്ഞക്കിളിയുടേതാണ്. മുഴങ്ങിയിരുമ്പുന്ന മലമുഴക്കി വേഴാമ്പലിന്റേതാണ്. പുഴയിലേക്കാരോ നീലക്കല്ല് വീശെറിയുന്നത് പോലെ ചെന്നു വീണത് നീലപ്പൊന്മാനാണ്. അമർത്തി മൂളുന്നത് കാട്ടുപ്രാവാണ്. പരുന്തിനെയും കുരങ്ങിനെയും മരം കൊത്തിയെയും മൈനയെയും എല്ലാം അനുകരിച്ച് നമ്മെ വിഷമിപ്പിച്ച് രസിക്കുന്ന മിമിക്രി വിദഗ്ധനാണ് തമ്പുരാട്ടിയാണ് സുഗതകുമാരി. അപ്പൊ അതായത് ഇവിടെ ഒരു വിവരണമാണ് കൊടുത്തത്. വർണ്ണന രൂപത്തിലുള്ള ഒരു ഖണ്ഡികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന് ഓപ്ഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവില്ല. അത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചിട്ടാണ് ഇരിക്കുക. ഒന്നാമത്തെ ചോദ്യം, വിവരണങ്ങളിൽ ചൂളമടിക്കുന്നത് ആരെയാണ് പറയുന്നത്? ഇവിടെ ആരെയാണ് ചൂളമടിക്കുന്നതായി പറയുന്നത്? ചൂളക്കാക്കയെയാണ് പറയുന്നത്. അടുത്തത്, കാട്ടിലെ മിമിക്രി വിദഗ്ധനാണ്. ആരാണ് കാട്ടിലെ മിമിക്രി വിദഗ്ധൻ എന്ന് പറയുന്നത്? കാക്കത്തമ്പുരാട്ടിയാണ്. മൂന്നാമത്തെ ചോദ്യം, മഞ്ഞക്കിളിയെ പൊന്നൊളി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് മഞ്ഞക്കിളിയെ പൊന്നൊളി എന്ന് വിശേഷിപ്പിക്കുന്നത്? മഞ്ഞക്കിളിക്ക് പൊന്നിന്റെ നിറമായതുകൊണ്ടാണ് നമ്മൾ പൊന്നൊളി എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ ചോദ്യം, പൊന്മാൻ പുഴയിലേക്ക് വീണത് എങ്ങനെ? എങ്ങനെയാണ് പൊന്മാൻ പുഴയിലേക്ക് വീണത്? നീലക്കല്ല് പോലെയാണ് പൊന്മാൻ പുഴയിലേക്ക് വീണത്. അഞ്ചാമത്തെ ചോദ്യം, കഴിവുള്ളവർ എന്ന അർത്ഥം വരുന്ന ഏത് പദമാണ് വിവരണത്തിൽ ഉള്ളത്? ഏതാണ്? വിദഗ്ധൻ എന്ന് പറയുന്ന പദമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യമായിരിക്കും മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും ആദ്യത്തെ പ്രവർത്തനമായി വരാറുള്ളത്. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2 മാതൃക പോലെ എഴുതാം എന്നതാണ്. അതായത് മനുഷ്യരുടെ വർഗം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ പുഴക്കര എന്നത് മാതൃക പോലെ എഴുതാനാണ്. അപ്പൊ എങ്ങനെ വരും? പുഴയുടെ കര എന്ന് വരും. ഓക്കെ. പ്രവർത്തനം 3 പ്രസംഗം തയ്യാറാക്കുകയാണ്. ചിങ്ങം 1 കർഷക ദിനം. സംസ്ഥാന കർഷക അവാർഡ് ജേതാവായ മോഹൻകുമാറിനെ ആദരിക്കുന്നതിന് വേണ്ടി സ്കൂൾ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് കൃഷിയുടെ പ്രാധാന്യത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രസംഗം തയ്യാറാക്കുക. അപ്പൊ നമുക്ക് മലയാളത്തിൽ പഠിക്കാനുണ്ടായിരുന്നു ഒരുപാട് പാഠങ്ങളായി. ചില പാഠങ്ങളിൽ നമുക്ക് പ്രസംഗമൊക്കെ തയ്യാറാക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു മോഡൽ അനുസരിച്ച് നമുക്കിവിടെ മോഹൻകുമാറിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രസംഗം തയ്യാറാക്കേണ്ടത്. പ്രസംഗം തയ്യാറാക്കുമ്പോൾ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകം ആണ് കൃഷി. എന്നിട്ടും നമ്മുടെ കേരളത്തിൽ കൃഷിയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു എന്നത് ഏറെ വേദനാജനകമായ ഒരു യാഥാർത്ഥ്യമാണ്. സംസ്ഥാന കർഷക അവാർഡ് ജേതാവായ ശ്രീമാൻ മോഹൻകുമാർ എന്നവരുടെ കഠിനാധ്വാനവും പ്രയത്നവും നമ്മൾ മനസ്സിലാക്കണം. കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. നമ്മുടെ നാടിന്റെ നാഡിയായ കാർഷിക മേഖലയിൽ ഒരു പുതിയ ഉണർവ് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സ്വന്തം അടുക്കളയിൽ എന്തെങ്കിലും പാകം ചെയ്യണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതിയാണ്. കേരളത്തിന്റെ കാലാവസ്ഥ നോക്കിയാൽ അറിയാം, കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണാണ്. അതുകൊണ്ട് പരമ്പരാഗതമായ ഇവിടുത്തെ പ്രധാന തൊഴിലും കൃഷിയായിരുന്നു. എന്നാൽ ഇന്ന് കൃഷിഭൂമി നെൽപ്പാടങ്ങൾക്കും പകരം ഒന്നിനുമേലെ ഒന്നായി നിൽക്കുന്ന പടുകൂറ്റൻ കെട്ടിടങ്ങളാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളും ഭക്ഷ്യവസ്തുക്കളും വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. രാസവളങ്ങളും കെമിക്കലുകളും ചേർന്ന് പച്ചക്കറികൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാകുന്ന മാരാരോഗങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ ശരിക്കും പേടിയാണ്. നമ്മുടെ നാട്ടിൽ പൊട്ടിമുളയ്ക്കേണ്ടത് ആശുപത്രിയിൽ കെട്ടിടങ്ങൾ അല്ല, മറിച്ച് കൃഷിഭൂമിയാണ്. യുവാക്കളെല്ലാം വൈറ്റ് കോളർ ജോലികൾക്ക് പുറകെ പോകുമ്പോൾ കൃഷിഭൂമിയിലെല്ലാം തിരിച്ചു ഭൂമികൾ ആയി മാറുകയാണ്. നമുക്കൊന്ന് മാറി ചിന്തിക്കാം. പുതിയ തലമുറയെ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി വളർത്തിയെടുക്കാം. നല്ല നാളേക്ക് വേണ്ടി, നല്ല ആരോഗ്യത്തിന് വേണ്ടി മായമില്ലാത്തതും ശുദ്ധവുമായ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് തന്നെ കൃഷി ചെയ്യാം. നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകമായുള്ള കൃഷിയെ നമുക്ക് സംരക്ഷിക്കാം. എല്ലാവരും അതിനായി മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു. നന്ദി. അപ്പൊ നമുക്കിങ്ങനെ
എന്താണ് ഒരു പ്രസംഗം തയ്യാറാക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് കാര്യം എന്താണ് വിഷയം അതിനെ കുറിച്ചിട്ടായിരിക്കണം നിങ്ങൾ പ്രസംഗം തയ്യാറാക്കേണ്ടത്. അതുപോലെ തന്നെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് അതായത് ഇനിയുള്ള നമുക്ക് എന്തൊക്കെ ഇതിൽ കൊണ്ടുവരാൻ കഴിയും, മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും, അതിനെ കുറിച്ചിട്ടായിരിക്കണം അവസാന ഭാഗത്ത് എഴുതേണ്ടത്. അതിനുശേഷം നന്ദി എഴുതുക. അപ്പൊ ഇങ്ങനെയാണ് പ്രസംഗം തയ്യാറാക്കേണ്ടത്. പിന്നെ അടുത്തത് പ്രവർത്തനം 4 ആസ്വാദന കുറിപ്പാണ്. അപ്പൊ ഇവിടെ എന്താണ് ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന നമ്മുടെ കവിതയിലുള്ള കുറച്ച് വരികളിൽ ആശയങ്ങളും വെളിച്ചത്തിൽ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അപ്പൊ നമുക്കൊരു ആസ്വാദന കുറിപ്പ് നോക്കാം. കേരളക്കരയുടെ ഗ്രാമഭംഗിയും ഗ്രാമ സൗഭാഗ്യവും നിറഞ്ഞു നിൽക്കുന്ന കവിതയാണ് കടത്തനാട്ട് മാധവിയമ്മയുടെ ഗ്രാമശ്രീകൾ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള പാഠമാണ് ഗ്രാമശ്രീകൾ. പാടവരമ്പുകളിൽ പണികളിൽ മുഴുകിയിരിക്കുന്ന സ്ത്രീകളിലൂടെ ഗ്രാമത്തിന്റെ സൗന്ദര്യം സമൃദ്ധിയും വരച്ചു കാണിക്കുന്നു. കേരളം കാർഷിക സംസ്കാരത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക വേരുകളുടെ ഒരു പ്രധാന ഭാഗമാണ് കൃഷി എന്ന് ഓർമ്മിപ്പിക്കുന്ന കവിത ഏറെ പ്രസക്തിയുണ്ട്. പ്രഭാത സൂര്യന്റെ വരവിനെ കൃഷിയുമായി കൂട്ടിയിണക്കുകയാണ് ഉണ്ണിക്കതിരിന്റെ ചുവപ്പ് എന്ന് കവിയത്രി പറഞ്ഞിരിക്കുന്നത്. പ്രഭാത സൂര്യന്റെ ഉണ്ണിക്കതിരിന്റെ സൂര്യകിരണങ്ങളിൽ കവിയത്രി സങ്കല്പിക്കുന്നു. സൂര്യന്റെ ചുവന്ന മുഖപ്പാടം ആകാശവും നെൽപ്പാടവും ചുവപ്പിക്കുന്നു. കർഷക തൊഴിലാളികൾ ഒരു തൊപ്പിക്കുട പോലെ ചൂടാതെ കനൽവാരി എന്ന സൂര്യന്റെ ചൂടിൽ നിന്ന് ഞാറു നടുന്ന കാഴ്ചയാണ് കവിയത്രി കാണുന്നത്. നീളം കുടയും ചൂടി പാടവരമ്പത്ത് നിന്ന് ഈ കാഴ്ച കാണുന്ന കവിയത്രിക്ക് ലജ്ജ തോന്നുകയാണ്. നീ കവിതയെ ശ്രദ്ധയാക്കുന്നത് അതിന്റെ ആശയം, ഭാഷാഭംഗി, വർണ്ണനങ്ങൾ, താളം, വാഗ്മയ ചിത്രങ്ങൾ എന്നിവയാണ്. ഉപരൂപകം തുടങ്ങിയ അലങ്കാരങ്ങൾ കവിതയെ കൂടുതൽ സമ്പന്നമാക്കുന്നു. അപ്പൊ നമ്മളിവിടെ അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള പാഠഭാഗത്തിൽ നിന്നൊരു ആസ്വാദന കുറിപ്പാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ ആസ്വാദന കുറിപ്പൊക്കെ ഇമ്പോർട്ടന്റ് ആയി നോക്കുക. അപ്പൊ നമുക്ക് ചിലപ്പോൾ ആസ്വാദന കുറിപ്പ് താരതമ്യം ചെയ്തിട്ടൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രവർത്തനം 5 വിശകലന കുറിപ്പാണ്. അപ്പൊ വിശകലന കുറിപ്പ് പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമാണെന്ന് നമുക്ക് ചുറ്റും. ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കിയും വലിയ പ്രശ്നങ്ങൾ ചെറുതാക്കിയും ഇന്ന് കാണിക്കുന്നുണ്ട്. സമകാലിക സാമൂഹ്യ പ്രശ്നങ്ങൾ എങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. നമ്മൾ ദിനംപ്രതി കാണുന്ന വാർത്തകളും ഒക്കെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ്. അപ്പൊ അതിനെല്ലാം കൂടി നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതുപോലെ തന്നെ വിശകലനം ചെയ്തിട്ട് ഒരു കുറിപ്പ് എഴുതാനാണ്. അപ്പൊ വിശകലന കുറിപ്പൊക്കെ മലയാളത്തില് എല്ലാ പ്രാവശ്യങ്ങളിലായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളാണ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കണം. അപ്പൊ വിശകലന കുറിപ്പ് നമുക്ക് നോക്കാം. ഇന്നത്തെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ കൂമ്പാരമാണ്. ഓരോ പ്രശ്നങ്ങൾ കഴിയും തോറും അടുത്ത പ്രശ്നങ്ങൾ വഴിയെ വന്നുകൊണ്ടിരിക്കുന്നു. ചില പ്രശ്നങ്ങളെ വലിയ രീതിയിൽ കാണിച്ച് ജനശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നവരും ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. സമൂഹത്തിന്റെ ഉന്നമനത്തിന്റെ പ്രശ്നരഹിതമായി അന്തരീക്ഷം ആവശ്യമാണ്. വ്യത്യസ്ത സാമൂഹ്യ ജീവിതത്തിൽ കഴിയുന്ന ഫാത്തിമ തുരുത്ത് എന്ന ഭാവനാത്മകമായ സമൂഹത്തിന്റെ കഥ നമ്മൾ പഠിച്ചു. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള പാഠമാണ് ഫാത്തിമ തുരുത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതില് ജീവിത പ്രശ്നങ്ങളെ സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു സമൂഹത്തിന്റെ കഥയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മൾ വിശകലന കുറിപ്പ് എഴുതുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ പാഠഭാഗവുമായിട്ട് അത്തരത്തിലുള്ള സമൂഹത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അവിടുത്തെ യാതനകളും രോദനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുരീപ്പുഴ ശ്രീകുമാർ എന്ന കവി നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. പ്രകൃതിയുടെ മനോഹാരിതയെ കുറിച്ച് വർണ്ണിക്കുന്ന ആദ്യ ഭാഗവും വളരെ മനോഹരമായ ദൃശ്യങ്ങളും മനുഷ്യർ പരസ്പരം സ്നേഹം കൊണ്ട് ഔഷധമായി മാറിയ വികാരഭരിതമായ നിമിഷങ്ങളും അതിലൂടെ കാണിച്ചു തരുന്നു. ഗോത്രകവിതയുടെ കാടിന്റെ മഹത്വവും അതിന്റെ തനതായ സവിശേഷതകളും കാട് ആരതി എന്ന കവിതയിലൂടെ നമ്മൾ പഠിച്ചു. സാമൂഹ്യ ബോധം വളർത്തുന്ന ആശയങ്ങളും സന്ദേശങ്ങളും അത് നമുക്ക് നൽകുന്നു. സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ എല്ലാവരുടെയും പ്രശ്നമാണെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ നേരിടാനുള്ള മഹത്തായ സന്ദേശം നൽകുന്ന കിണറ്റിൽ വീണ പൂച്ച എങ്ങനെ കരകയറ്റാം എന്ന പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. സമകാലിക വിഷയങ്ങൾ പരസ്പരം ഒത്തൊരുമയോടെയും ഒറ്റക്കെട്ടായി നിന്ന് നേരിട്ട് അനായാസം ഇല്ലാതാക്കാൻ കഴിയും എന്ന സന്ദേശമാണ് നമുക്ക് ഇതിലൂടെ എല്ലാം മനസ്സിലായത്. അത്തരത്തിൽ തന്നെയായിരിക്കണം നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളെയും നമ്മൾ നേരിടേണ്ടത്. അപ്പൊ അതായത് നമ്മൾ ഇവിടെ വിശകലന കുറിപ്പ് എഴുതുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള വിഷയം അത് നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും പാഠഭാഗവുമായി ബന്ധമുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതിനെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ വിശകലന കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മളിപ്പോൾ ഫാത്തിമ തുരുത്ത് അതുപോലെ തന്നെ കിണറ്റിൽ വീണ പൂച്ച എങ്ങനെ കരകയറാം അതിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ കവിത അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മളിവിടെ വിശകലന കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയായിരിക്കും നിങ്ങൾ വിശകലന കുറിപ്പ് എഴുതേണ്ടത്. പ്രവർത്തനം 6 അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കുക. ഐക്യമത്യം മഹാബലം ഈ പഴഞ്ചൊല്ലിനെ കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുക. അതായത് അഭിപ്രായ കുറിപ്പ് എന്ന് പറയുന്ന ചോദ്യം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തന്നിരിക്കുന്ന ചോദ്യം വായിക്കുക. അതിനുശേഷം എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായമാണ് എഴുതേണ്ടത്. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഈ പഴഞ്ചൊല്ലിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായ കുറിപ്പ് നോക്കാം.
ഒന്നിച്ചു നിന്നാൽ ഏത് പ്രതിസന്ധിയെയും അനായാസം മറികടക്കാമെന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. കൈകോർത്തവർ പറഞ്ഞു എന്ന കവിതയിൽ നമുക്ക് ഈ ഒരു ആശയത്തെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രളയം എന്ന മഹാമാരി കേരളക്കരയെ വിഴുങ്ങി തിന്നാൻ വന്നപ്പോൾ എല്ലാവരെയും ജാതിമത ഭേദമന്യേ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിട്ടു. മാത്രമല്ല ഉച്ചവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്കും പാട്ടുകളും ആശ്വാസമേകി. ഐക്യത്തോടെ നിന്നാൽ ഏതൊരു ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയില്ല. ഒരേ മനസ്സോടെ കൈകോർത്തു നിന്ന് കേരളം കണ്ട വലിയ പ്രളയത്തെ മറികടന്നതുപോലെ ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനും തോൽപ്പിക്കാനും നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ എഴുതിയിട്ടുള്ള അഭിപ്രായക്കുറിപ്പ്. എന്താണ്, നമുക്കിപ്പോ 5 മാർക്കിനൊക്കെ 4 മാർക്കിന് 5 മാർക്കിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതായത് ഇപ്പൊ ഇതിൽ പ്രളയത്തെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് കൊറോണ കാലത്തെ കുറിച്ചിട്ടും അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇതിൽ എന്താ പറയാ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത് നടന്നിട്ടുള്ള ഉരുൾപൊട്ടൽ, വയനാട് ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവിടെ നടന്നിട്ടുള്ള ഐക്യത്തെ കുറിച്ചൊക്കെ നമുക്ക് ഇതിൽ പരാമർശിക്കാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മളിപ്പോ അഭിപ്രായക്കുറിപ്പ്, വിശകലനക്കുറിപ്പ്, അതുപോലെ തന്നെ ഖണ്ഡിക വായിച്ചിട്ട് ഉത്തരം എഴുതുക, അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയി പഠിക്കുക. അതുപോലെ തന്നെ എല്ലാ പാഠഭാഗവും നിങ്ങൾ കൃത്യമായി അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുക. കവിതയുടെ ആസ്വാദനക്കുറിപ്പ്, അതായത് അതുപോലെ തന്നെ ആരാണ് എഴുതിയിട്ടുള്ളത്, അതൊക്കെ എല്ലാ പാഠത്തിന്റെയും മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.